ചില തമാശകളും പ്രശ്നമാണ്. അയ്യേ ഞാൻ കളിയാക്കിയതല്ലേ എന്ന് എത്ര വേണ്ടപ്പെട്ടവരായാലും ആവർത്തിച്ചു പറഞ്ഞാലും നമുക്കൊരു വേദന ഉള്ളിലുണ്ടാവുക തന്നെ ചെയ്യും. അതെന്തുകൊണ്ടാ? നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ചില വിഷയങ്ങളെ കുറിച്ചായിരിക്കും അവർ കളിയാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച്, അതുമല്ലെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ചെയ്തിട്ടുള്ള ചില മിസ്റ്റേക്കുകളെ കുറിച്ച്, നമ്മുടെ ചില താല്പര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ കളിയാക്കുന്നത്. അതെല്ലാം നമ്മുടെ ഇൻസെക്യൂരിറ്റീസിനെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ ഹേർട്ട്ഫുൾ ആയിട്ട് മാറുന്നത്, അല്ലെ? അതായത് ഇത്തരമുള്ള കളിയാക്കലുകൾ അനുഭവിക്കുന്നവർക്ക് ക്രമേണ അവരുടെ കോൺഫിഡൻസ് കുറയുകയും നിങ്ങൾ അവരെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലാണ് നമ്മൾ കൊടുക്കുകയും കൂടി ചെയ്യുന്നത് എന്ന് വെച്ചോളൂ. അപ്പൊ എന്താ സംഭവിക്കുക? കാലക്രമേണ ഇമോഷണൽ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും, ഭയങ്കരമായിട്ട് അകന്നുകൊണ്ടേയിരിക്കും. അവർക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളത് കളിയാക്കിയതല്ലേ എന്ന വാക്കുകളിൽ ഒതുക്കുകയല്ലേ. അപ്പൊ വളരെ ഡിഫെൻസീവ് ആയിട്ടാണ് നിങ്ങളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ആ മിസ്റ്റേക്ക് കാരണം തന്നെ ഒരുപാടൊരു ഗ്യാപ്പ് വരികയും ചെയ്യും. അവരുടെ ഇൻസെക്യൂരിറ്റീസ് പിന്നീട് നിങ്ങളോട് പറയാനൊക്കെ മടി കാണിക്കും. ഇമോഷണൽ സേഫ്റ്റി കാലക്രമേണ കുറഞ്ഞു തുടങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തമാശകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റൊരു വ്യക്തിക്ക് ഹേർട്ട്ഫുൾ ആകാത്ത രീതിയിലായിരിക്കണം. റിലേഷൻഷിപ്പ് ഫണ്ണി തന്നെ ആയിരിക്കണം. കേൾക്കുന്നവനും അനുഭവിക്കുന്നവനും ഒരുപോലെ ഒരു ഫൺ എഫക്റ്റ് ആയിരിക്കണം കിട്ടേണ്ടത്.